എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്ന വിജയലക്ഷ്മിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് മണിയയ്യരെ വിളിപ്പിക്കുകയാണ് ഗോവിന്ദ്. കാരണം മണിയയ്യർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ വിജയലക്ഷ്മിയെ കുറിച്ച് അറിയായിരിക്കും. വിജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയിൽ ഉണ്ടായിരുന്ന രാമനാഥ ഭാഗവതരോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഈ പറയുന്ന മണിയേര്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അറിയായിരിക്കുമല്ലോ എന്നോർത്തിട്ടാണ് അയാളെ എങ്ങനെ വിളിപ്പിക്കുന്നത്. ഈ സമയത്ത് അപർണയ്ക്ക് അജാസും ഗോവിന്ദന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ മണിയേര് അങ്ങോട്ട് വന്നു. പിന്നീട് വിജയലക്ഷ്മിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അയാൾ പറയണം. ആദ്യകാലങ്ങളിൽ ഈ ലക്ഷ്മിക്കും വെങ്കിക്കും വേണ്ടിയിട്ട് പണമൊക്കെ ഞാനാണ് കടം വാങ്ങിയിരുന്ന് പറയണം. വെങ്കിയോ, അതൊരു പുതിയ അറിവായിരുന്നു. വെങ്കി എന്നുള്ള പേര് വെങ്കിടേഷ് എന്ന് പറയണം. വെങ്കിടേഷ് ആരാന്ന് ചോദിക്കുക, രാമനാഥ ഭാഗവതരുടെ മോനാന്ന് പറയണം. അവർക്ക് വേണ്ടി പണമൊക്കെ കടം വാങ്ങിയിരുന്ന് ഞാനായിരുന്നു പറയണം. ഇത് കേട്ടത് ഒരു നിമിഷം ഗോവിന്ദ് ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വെങ്കടേഷുമായിട്ടുള്ള കല്യാണമായിരിക്കും അമ്മയുടെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുക. അതിലുള്ള മോളായിരിക്കും രഞ്ജു. പിന്നീട് ചോദിച്ചു, അല്ല രഞ്ജു അവിടെ വന്ന സമയത്ത്, തക്കലെ വന്ന സമയത്ത് കുട്ടി കൂടെ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കണം. അതെ, ഒരു മോളുണ്ടായിരുന്നു കൂടെ എന്ന് പറയണം. അങ്ങനെ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാൾക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അയാൾ കാണുമ്പോൾ തൊട്ട് രഞ്ജു കൂടെ ഉണ്ട്, അതിനപ്പുറത്തേക്ക് അയാൾക്കൊന്നും അറിയത്തില്ല. പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അയാൾ മണിയേരം കൊണ്ട് പോവാണ്. ഈ സമയത്ത് അപർണ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രഞ്ജുവിന്റെ അച്ഛൻ ഈ പറയുന്ന വെങ്കടേഷ് ആയിരിക്കും ഇല്ലേ ഗോവിന്ദ് സാറിന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്, ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. എന്റെ കണക്കൂട്ടൽ വെച്ച് അറക്കൽ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം പിന്നെ തക്കര എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഈ പറയുന്ന രഞ്ജുവിന് 1 വയസ്സ് പ്രായം കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് വെങ്കടേഷിന് തന്നെയായിരിക്കും. പക്ഷെ ഇപ്പോഴും അറിയത്തില്ല. വെങ്കടേഷിനെ പോലെ ഒരു വലിയൊരു മനുഷ്യന്റെ മോളാണ് താനെന്നുള്ള സത്യം രഞ്ജുവിന് ഇപ്പോഴും അറിയില്ല എന്ന് പറയണം. അപ്പൊ ഗോവിന്ദ് അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുവാണ്. അങ്ങനെയല്ലേ ഗോവിന്ദ് വിചാരിക്കാൻ പറ്റുള്ളൂ. കാരണം മണിയേര് പറഞ്ഞനുസരിച്ച് അങ്ങനെ ആയിരിക്കും. അപ്പൊ രഞ്ജു എന്ന് പറയുന്ന വിജയലക്ഷ്മിയുടെ മോളല്ല, അനാർക്കലിയുടെ മോളെന്നുള്ള കാര്യം അറിയത്തില്ലോ. അതുകൊണ്ടാണ് ഈ അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കണേ. അവസാനം അപർണയെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വെങ്കടേഷിനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിക്കും. കണ്ടുപിടിക്കണം. അയാൾ പറയുന്നതനുസരിച്ച് വെങ്കടേഷ് ഇവിടെ ഇല്ലെന്നല്ല പറയണേ, പുറത്ത് എവിടെയാന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്ത് എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിച്ചല്ലേ മതിയാവെന്ന് ചോദിക്കാം. അജാസ് പറഞ്ഞു, ആ കാര്യം എനിക്ക് വിട്ടേരെ, ഞാനത് അന്വേഷിച്ച് സെറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ സമാധാനിപ്പിക്കുകയാണ്. ഗോവിന്ദൻ ആലോചിച്ചു, എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കണം. തൻ്റെ അമ്മയുടെ ഭർത്താവ് ആരാണെങ്കിലും രഞ്ജുവിന്റെ അച്ഛൻ ആരാണെങ്കിലും അയാളെ കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ എന്നൊക്കെ ഒരു വിചാരത്തോടു കൂട്ടാണ് ഗോവിന്ദ് ദേവ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് ആകെപ്പാടെ കട്ടക്കലിപ്പിലാണ് വന്യൻ രാധികാമേ. സത്യദാസനെ ഇറക്കി വിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് ഗീതുവിനെ വന്ന് ചോദ്യം ചെയ്യണം. ഗീതു എന്ത് പരിപാടിയാ കാണിച്ചേ, നീ എന്തിനാ അങ്ങളുടെ ഇറക്കി വിട്ടേന്നൊക്കെ പറഞ്ഞു ചോദിക്കണം. ഇതേടൊപ്പം ഗീതു പറഞ്ഞു, ഇപ്പൊ ഇറക്കി വിട്ടൊന്നും അല്ലല്ലോ, ഗസ്റ്റ് ഹൗസിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അവിടെ പോയി താമസിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? ഷേണായുടെ അടുത്ത ആളെന്നല്ലേ പറഞ്ഞേ, അപ്പൊ അവിടെ താമസിച്ചോട്ടെ, ഈ വീട്ടിൽ തന്നെ താമസിക്കണം നിർബന്ധമില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് വരുൺ പറഞ്ഞു, അതെ, ഈ പറയുന്ന ഷേണായും ആ സത്യദാസങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറയണം. ഒരു ബന്ധമില്ലേ? അതെങ്ങനെയാ വരുണേട്ടറിഞ്ഞ് വിട്ടു എന്ത് പറയാനാ? കാരണം ഇനി അങ്ങനെ ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെ മറുചോദ്യം ചോദിക്കുന്നുള്ള കാര്യം പെട്ടെന്ന് വരുന്ന ആലോചിച്ചില്ല. ആ ഒരു വെപ്രാളത്തിനങ്ങ് മറുപടി പറഞ്ഞാണ്. ആ സമയം വരുൺ പറഞ്ഞ, അല്ല അത് പിന്നെ ഞാന്, ഓഹോ, അപ്പം ഈ പറയുന്ന സത്യദാസങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഗീതു ഞാന് മനസ്സിലായി. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ അയാളെ ഇവിടെ നിർത്തണമെന്ന് ഇത്ര താല്പര്യം? ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് അയാളെ ഇവിടെ നിർത്തണമെന്ന്. പിന്നെ രാധികാമയ്ക്ക് വരണായിട്ടാണ് എന്താ ഇത്ര പ്രത്യേക താല്പര്യം അയാളോട് ചോദിക്കണം. പെട്ടെന്ന് രാധിക പറഞ്ഞു, എന്ത് താല്പര്യം? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് അങ്ങനെ വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടതും ഗീതു പറഞ്ഞു, കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നേ, സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഈ പറയുന്ന ആൾ ഇവിടെ വേണമെന്നാണല്ലോ നിങ്ങളുടെ മനസ്സിലിരിപ്പ് അല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് വരുൺ രാധികാമ്മനെ നോക്കിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടോന്ന് ചോദിക്കുക. എനിക്കൊന്നുമില്ല, ഗോവിന്ദ് ആരോ കൊണ്ടുവന്നു, ഷേണായുടെ ആളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഗോവിന്ദ് വരുമ്പോ എന്ത് മറുപടി പറയും? അതുകൊണ്ട് പിന്നെ ഞങ്ങള് അയാളെ ഇവിടെ നിർത്തിയാക്കാന്ന് വെച്ചേ എന്നൊക്കെ രാധിക പറയാണ്. പിന്നീട് ഗീതു പറഞ്ഞു, അതെ, ഇനിയിപ്പോ കണ്ണേട്ടം വരുമ്പോ എന്ത് പറയണമെന്ന് ഓർത്ത് നിങ്ങൾ രണ്ടും വിഷമിക്കേണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഗസ്റ്റ് ഹൗസിലേക്ക് ഈ പറയുന്ന സത്യദാസ് പോയെന്ന് ഓർത്തോണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, അറിയാലോ. അങ്ങനെ ഈ ഷേണായുടെ ആളാന്നും പറഞ്ഞ് വരുന്ന ആൾക്കാരെയല്ല ഇവിടെ കയറി പാർപ്പിക്കാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞൊരു കുടുംബമാണ്, അതിന് അതിൻ്റെതായ അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. പുറമേന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ അധിക കാലമൊന്നും താമസിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയാം. ഇത് കേട്ടതും വരും പറഞ്ഞു, പുറമേന്നുള്ള ഒരാളല്ലോ എന്ന് പറയാം. പിന്നെ ആരാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അച്ഛനോ? ആരുടെ അച്ഛൻ? അല്ല, അത് ഞാൻ അങ്കിൾ എന്ന് പറയാൻ വന്നാ പെട്ടെന്ന് അച്ഛനെന്ന് അങ്ങോട്ട് നാവ് പിഴച്ചു പോയതാന്ന് പറയാം. ഓ അങ്ങനെ, വരുണേട്ടൻ ഇപ്പം അങ്കിളിന് അച്ഛനെ പോലെ തന്നെയാണല്ലോ
എന്താ ഇനിയിപ്പോ അച്ഛനൊക്കെ വല്ല പ്ലാൻ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. പെട്ടെന്ന് രാധിക പറഞ്ഞു, എടാ വരണേ, നീ എന്തൊക്കെ പൊട്ടത്തല്ലേ പറയണേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു, അതെ നാവറിയാതൊന്ന് പിഴച്ചു പോയതല്ലേ പാവത്തിന്, അങ്ങ് ക്ഷമിച്ചാരെ, വിട്ടുകള രാധികാമെന്നൊക്കെ പറഞ്ഞിട്ട് ഗീത അങ്ങോട്ട് കയറി പോണം. ഗീത പോയ ഉടനെ രാധികാമ്മ വരണ്ട നേരെ തിരിയുവാണ്. നീ ഈ പൊട്ടത്തനം പറഞ്ഞ് ഈ വീട്ടിലുള്ള എല്ലാവരും അറിയുമെന്ന് തോന്നേ, അവസാനം നിന്റെ അച്ഛനാണ് അയാളെന്നുള്ള സത്യം മിക്കവാറും കണ്ടു. ഗീത എന്തോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഭാസ്കരൻ്റെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരിക്കാം. ഭാസ്കരനെ പോയി കണ്ടറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങോട്ട് അങ്ങനെ എപ്പോഴും കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ലേ? നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ, കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവത്തില്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. നോക്കട്ടെ, എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാന്ന് പറയണം. ആ സമയം ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ സത്യദാസ് അനാർക്കലിയെ വിളിക്കുകയാണ്. അനാർക്കലിയെ വിളിച്ചിട്ട് ഗീത തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും ഗസ്റ്റ് ഹൗസിലാന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അനാർക്കലി പറഞ്ഞു, അവളെ തന്ത്രപൂർവ്വം കളിക്കാൻ ഇറങ്ങിയിരിക്കുക, അവളെ തോൽപ്പിക്കണമെങ്കിൽ ഇനി ഒരേ ഒരു മാർഗം മാത്രമുള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ച് സത്യദാസ് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, അവള് ആ മാർഗഴിയാണ് ഇനി ഏറ്റവും വലിയ നമ്മുടെ പിടിവള്ളി. അവളെ എങ്ങനെയും കണ്ടെത്തി ഇവിടെ കൊണ്ടുവരണം, അവള് വരണം, അവളെ വെച്ച് മാത്രം നമുക്ക് ഇനി കളികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അനാർക്കലി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. അവളെ നമ്മുടെ അടുത്ത് എത്തിക്കണം, അവൾ വെച്ചിട്ട് കളി കളിക്കുക തന്നെ വേണമെന്ന് പറയാം. പിന്നീട് അനാർക്കലി സത്യാസിനെ കാണാനായിട്ട് വരുവാണ്. സത്യാസിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനാർക്കലി പറഞ്ഞു, അവളെവിടെ എത്തിക്കാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പൊ അവൾ ഇങ്ങോട്ടേക്ക് വരുമോ? ഉറപ്പായിട്ടും വരും, നമ്മുടെ തട്ടകത്തിലേക്ക് അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചിരുന്നത് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴിയും അവളുടെ അമ്മയും കൂടെ വരുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സത്യാസ് മാർഗഴിയെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചു. പക്ഷെ മാർഗഴിക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. മാർഗഴി മൈൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. പിന്നീട് മാർഗഴിയോട് പറഞ്ഞു, നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ച് എന്തിനാന്ന് മനസ്സിലായെന്ന് ചോദിക്കുക. മാർഗഴിയോട് എനിക്കറിയാം, ആൾമാറാട്ടം നടത്താല്ലേ നിൽക്കും. അതെ, നീ നന്നായിട്ട് അഭിനയിക്കുന്നവളാന്ന് എനിക്കറിയാം. നിനക്ക് പണമല്ലേ വേണ്ടത്, എത്രയോ വേണേലും തരാം, നീ പറയുന്ന എമൗണ്ട് തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നന്നായിട്ട് അഭിനയിക്കണം. അഭിനയിക്കുവാണെങ്കിൽ നിനക്ക് പറയുന്നേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾ തരുമെന്ന് പറയാം. അന്നാർക്കലി പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും അഭിനയിക്കുന്ന സമയത്ത് നീ വീട് വിട്ട് പോകാനോ അല്ലെങ്കിൽ നിന്റെ പഴയ തട്ടകത്തിലേക്ക് പോകാനോ പാടില്ല. ഞങ്ങൾ പറയുന്നിടത്തോളം കാലം ഇവിടെ തുടരണം എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ മാർഗഴിയുടെ അമ്മ പറഞ്ഞു, അതെ അതിച്ച് റിസ്ക് ഉള്ള കാര്യമാണ്, നിങ്ങൾ എന്ത് ജോലി എങ്ങനെ ഏൽപ്പിക്കണം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. എൻ്റെ മോളെ വെച്ചാ കളിക്കുന്നത്, അവളുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വരാൻ ഞങ്ങൾ നോക്കിയോളാന്ന് പറയണം. മാർഗഴി പറഞ്ഞു, എന്താ ഉറപ്പ്? നിനക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോന്നൊക്കെ ചോദിക്കുക. ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു, ഇപ്പൊ തൽക്കാലത്തൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ അനുസരിച്ചാൽ മാത്രം മതി. അങ്ങനെ അനുസരിക്കുവാണെങ്കിൽ പൈസ റെഡി ആയിട്ട് തരും എന്നും പറഞ്ഞുകൊണ്ട് അഡ്വാൻസ് തുക എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി എന്ത് ചെയ്യണം, കുറച്ച് പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അത്രയും പൈസ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴിയെ നോക്കി അമ്മേനെ നോക്കി എന്നിട്ട് മേടിച്ചോളാൻ പറയണം. അങ്ങനെ പഴം എന്ത് ചെയ്യണം, ആ പൈസ വാങ്ങുവാണ്. പൈസ വാങ്ങിക്കഴിഞ്ഞിട്ട് മാർഗഴിയോട് ഒരു കാര്യമുണ്ട്, എന്നെ ആരും ഭരിക്കാൻ വരുന്നതെന്ന് എനിക്ക് ഇഷ്ടമില്ല, എൻ്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടേക്കണം എന്ന് പറയാം. സത്യാസ് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മതിയാവുള്ളൂ. അത് എത്ര റിസ്ക് എടുത്താണല്ലോ ശരി, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഏറ്റു. അങ്ങനെ അവർ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ് ആൾമാറാട്ടം നടത്താനായിട്ട്, ഗീതു ആവാനായിട്ട്. കാരണം ഗീതുവിന്റെ ഡ്യൂപ്പാണല്ലോ ഈ മാർഗഴി. അപ്പം നമ്മൾ കാണാൻ പോകുന്നേ മാർഗഴി ഇനിയിപ്പോൾ എന്തൊക്കെ വേഗത്തിൽ ഒപ്പിക്കുമെന്ന് അറിയില്ല. സത്യദാസിനും അനാർക്കലിക്കും വേണ്ടിയിട്ട് വന്നിട്ട് അവസാനം അവർക്കിട്ട് തന്നെ പണി കൊടുക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഗീതുവിനോടൊപ്പം ചേരുമെന്ന് തോന്നേ അവരെ തോൽപ്പിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ക്ലൈമാക്സിലേക്ക് കഥ നീക്കിക്കൊണ്ടിരിക്കുകയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി അധികം നാളൊന്നും കാണത്തില്ല, അതിനുള്ളിൽ തന്നെ സത്യങ്ങളെല്ലാം വെളിച്ചത്ത് വരും, കഥ അങ്ങോട്ട് അവസാനിക്കാൻ പോവാട്ടോ. ഒരു പക്ഷേ അവസാനം രഞ്ജുവാണ് അനാർക്കലിയെ മോളെന്നും അത് മാത്രമല്ല വിജയലക്ഷ്മി വേറെ കല്യാണം കഴിച്ചിട്ടുള്ളതെന്ന് സത്യമൊക്കെ ഗോവിന്ദ് അറിയുകയും ചെയ്യും. മാർഗഴി ആരാന്നുള്ള സത്യം പുറത്തു വരികയും ചെയ്യും. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.